ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കണം കേട്ടോ. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ്. പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കണം. ഞാൻ പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നാരങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ നാരങ്ങ കുറച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നടുവൊന്ന് പൊട്ടണ രീതിയിലാകുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞൊന്നും പോകണ്ട. എന്നിട്ട് നമുക്ക് നല്ലപോലെ ആവി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. എന്താ, ഞാൻ ഒരു പാക്കറ്റ് ഈന്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും വേണ്ട, ഇതിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് അച്ചാറിൽ ചേർക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെല്ലാം കുരു കളഞ്ഞ് ഈന്തപ്പഴം റെഡിയാക്കി വയ്ക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വേഗം വയ്ക്കാം. അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീരെ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ആ ചൂടിലിരുന്നിട്ട് ഒന്നുകൂടെ സെറ്റായിക്കോളൂ. അല്ലെങ്കിൽ ഒത്തിരി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് വേഗം അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് നാരങ്ങ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമ്മളൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് മുറിക്കണ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ നീര് വീണാൽ എനിക്കെപ്പോഴും അബദ്ധം പറ്റാറുള്ളത് ഇതിൻ്റെ ഈ തട്ടൊക്കെ മുഴുവനും വെള്ള കളർ പോലെ ആവും കേട്ടോ. ഇതൊരു ആസിഡല്ല നാരങ്ങയിൽ. അപ്പോൾ കാരണം പാത്രത്തിലാണെങ്കിൽ പിന്നെ അത്രയും കുഴപ്പമില്ല. നമുക്കിതെല്ലാം വേഗം മുറിച്ചെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ചെറുതാക്കിയെന്നേ ഉള്ളൂ. പെട്ടെന്ന് നിലത്ത് കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറിനുള്ള എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട്. ഇതാ നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഇത് ഞാൻ അച്ചാർ പൊടി, കായവും കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈന്തപ്പഴം ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് ഈന്തപ്പഴം കഴിക്കാൻ. അപ്പോൾ ഇതാ വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ ഒന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ഇട്ടിട്ട് നമ്മുടെ മെയിൻ സാധനം വിനാഗിരി ഇവിടെ ഉണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ ആ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ടു, പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ഈന്തപ്പഴം ഇട്ടു, ഉപ്പ് ചേർത്തു, വിനാഗിരി ഒഴിച്ചു, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ